സോ നമ്മൾ ലാസ്റ്റ് ഇഷയുടെ ഒരു ഫ്ലൂട്ട് ഓർക്കസ്ട്രയെ പറ്റിയാണ് സംസാരിച്ചു വന്നിരുന്നത്. അപ്പം ഇഷ, ഇപ്പോൾ ഇഫ് യു ക്യാൻ ജസ്റ്റ് പ്ലേ സം flutes for some time for our audience, that will be great. Can you? Yes. Go ahead. Go ahead, honey. Hey, that was awesome. You play, I heard you play piano also. You're learning piano also? Yes. Oh, okay. You enjoy playing it, right? Viji, what can you say about her artistic skills? ഇത് പടവും വരയ്ക്കുന്നുണ്ട് നല്ലപോലെ, അത്യാവശ്യം ഫ്ലൂട്ട്, പിയാനോ, ഇതൊക്കെ. സോ ഹൗ ഡിഡ് ഷി ഗെറ്റ് ഇൻ ടു ഇറ്റ്? അതിനെ പറ്റി ഒന്ന് പറയാം. മുമ്പ് അവള് അതായത് ഡേ കെയർ അല്ലെങ്കിൽ നഴ്സറി, കിൻഡർ ഗാർഡൻ, ഇവിടെയാണല്ലോ അവള് അതിലൊക്കെ വന്നപ്പോഴേ ഇവിടത്തെ ആണ് ജോയിൻ ചെയ്തത്. അതായത് മോണ്ടസറി ആയാലും കിൻഡർ ഗാർഡൻ ആയാലും ഇവിടത്തെ സ്കൂളില് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. അതായത് ആർട്സ്, ക്രാഫ്റ്റ്, നമ്പേഴ്സ് ആയാലും. ഇപ്പൊ സ്കൂളിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ടെക്സ്റ്റ് കൊടുക്കും, അതങ്ങ് പഠിക്കുക, അങ്ങനത്തെ ആ ഒരു സ്കീമാണല്ലോ. നമ്മളെ സ്കൂൾ ഫീഡ് ചെയ്യുന്നൊരു, ഞാനും ഹസ്ബൻഡും ഒക്കെ പഠിച്ചത് ആ ഒരു രീതിയാണ്. പക്ഷെ ഇവരുടേത് നേരെ പ്രാക്ടിക്കൽ ബേസ്ഡ് ആണ്. എല്ലാം എക്സാമ്പിൾസിലൂടെയും കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ്. ആർട്സ് മുമ്പേ അവൾക്ക് ക്രാഫ്റ്റില് നല്ലതാണ്. ഡ്രോയിങ്സ് ആയാലും ഈ പേപ്പർ കട്ട് വെച്ചിട്ടുള്ള, എനിക്ക് ആ ഒരു സ്കില്ലില്ല. പക്ഷെ റീഡിങ്, ഹസ്ബൻഡ് ഭയങ്കര റീഡിങ് ആണ്. അപ്പൊ മകളും അത്യാവശ്യം റീഡ് ചെയ്യും. ഞാൻ പുസ്തകം അല്ലാതെ വേറെ ബുക്കൊന്നും ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ ഇവരിത് വായിക്കുമ്പോ ഓരോന്നും ഇവരിങ്ങനെ, ഇവള് തന്നെ ഈ ലൈബ്രറി ഉണ്ട് ഇവിടെ, സ്കൂളിൽ തന്നെ ലൈബ്രറി ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ബുക്കുകൾ എടുത്തോണ്ട് വന്നിട്ട് ഇങ്ങനെ വായിക്കും. അപ്പൊ ഐ വാച്ചിങ് ഹെർ, ഐ വിൽ ബി അമേസ്ഡ് ലൈക്ക് ഹൗ ഷീ ഈസ് റീഡിങ് അറ്റ് ദിസ് ഏജ്. മേ ബി അതൊക്കെ അവളുടെ റൈറ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഫ്ലൂട്ട് ആയാലും, ഇപ്പോ ഫ്ലൂട്ടാണ് ബേസിക്, ഫസ്റ്റ് തുടങ്ങിയ ഇൻസ്ട്രുമെന്റ് ഫ്ലൂട്ടാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവൾക്ക് പിയാനോ, അവള് അതിന്റെ ബേസിസില് അവൾ പിയാനോ വായിക്കാൻ തുടങ്ങി. പിയാനോയും വായിക്കും. അതായത് ഇപ്പോ യൂട്യൂബിൽ നിന്നായാലും നമുക്ക് അതിൽ ഓരോ സോങ്ങിന്റെ നോട്ട്സ് കിട്ടുമല്ലോ. അപ്പൊ ആ നോട്ട്സ് വെച്ചിട്ട് പെട്ടെന്ന് ഇതൊക്കെ ഇട്ട് കൊടുക്കുമോ, അത് അവർ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അപ്പൊ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള വേറൊരു ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നമ്മൾ കുട്ടികൾ നല്ല ചെറുപ്രായത്തിൽ പറഞ്ഞാല് അവരതിലോട്ട് ആ ട്രാക്കിലങ്ങ് വീണ് അതിലോട്ടങ്ങ് കറക്റ്റാ പോവും എന്നുള്ള ഒരു നല്ലൊരു എക്സാമ്പിൾ ആണ്. ഇപ്പോഴും ഒരു കേസ് സ്റ്റഡി ആയിട്ട് തന്നെ നമുക്കിത് എടുക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫ്ലൂട്ടിൽ സ്റ്റാർട്ട് ചെയ്തു, അതിൽ നിന്നും ഫ്ലൂട്ടിന്റെ സെയിം നോട്ട്സ് അവള് കീബോർഡിന്റെ അതില് വായിക്കാൻ തുടങ്ങി. പിന്നെ കീബോർഡിന്റെ നോട്ട്സ് തിരിച്ച് ഫ്ലൂട്ടിലും വായിക്കാൻ തുടങ്ങി. ഇപ്പൊ വന്ദേമാതരം ഞാൻ അവളെ പഠിപ്പിച്ചതല്ല, അവൾ സ്വയം വീഡിയോസ് അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടിട്ട് നോട്ട്സ് എടുത്തിട്ട് അതുപോലെ സ്വയം പഠിക്കുക. നോട്ട്സ് ഇപ്പോ എനിക്ക് പോലും ഈ നോട്ട്സ് കാണാതെ ഇങ്ങനെ പഠിക്കാൻ പറ്റൂല. ഡോരേമി ഇവരുടെ ആ ഒരു ഫ്ലോ ഇല്ലേ, അത് ഇവർക്ക് ബൈഹാർട്ട് ആവുന്നുണ്ട്. അതുപോലെ ഇപ്പൊ ബീത്തോവന്റെ സിംഫണീസ് ഉണ്ട്.
Symphony number 9. Beethoven was born in December 1770. Mhm. So his father have heard about Mozart's prodigy. Like when he was 5 years old, he made his own music and stuff. Mhm. Then his Beethoven's father like forced him to Mhm. play the piano. He used to play Beethoven used to play violin and Mhm. another instrument called viola. Mhm. And Beethoven played the piano every time, Okay. because his parents said to play the piano. Mhm. And Beethoven was sometimes forced in the night to play piano until he cries. Until he cries. Okay. Let me ask you a question, Isha. Did you do you think that your meditations help you in uh, learning these skills quickly, like whether it is flute or piano or Yes, whatever it is? Do you think so? yes, Okay. yes. What happens in your mind when you meditate? Meditate ചെയ്യുമ്പോൾ എന്താണ് മോളുടെ മനസ്സിൽ തോന്നുന്നത്? My mind feels It clean, feels clean. Okay. happy, calm. Mhm. 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 Okay. So it gives you an inspiration of doing things like piano or studies even. Yes. Okay. Okay. All right. That's good. I think to the parents, Viji and Biju, എനിക്ക് തോന്നുന്നു യു ഗൈസ് ആർ ലൈക്ക് സോ ലക്കി. ഞാൻ പല സ്പിരിച്വൽ ഇതായിട്ടുള്ള ആൾക്കാരെയും ഓൺ എ ഡെയിലി ബേസിസ് കാണുന്നുണ്ട്. നിങ്ങളുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഗൈസ് കോംപ്ലിമെന്റ് ഈച്ച് അതർ, യു ഗൈസ് ജെൽ വെൽ. പിന്നെ ഈ സ്പിരിച്വാലിറ്റിയിലുള്ള പല ആൾക്കാരെയും ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എയ്തർ ദെയർ സ്പൗസ് ഈസ് നോട്ട് സ്പിരിച്വൽ, വൺ പേഴ്സൺ ഈസ് നോട്ട് സ്പിരിച്വൽ, ആ ബാലൻസ് ഉണ്ടാവില്ല. നിങ്ങളുടെ കേസുകളിൽ ഇതെല്ലാം ഒത്തു വന്നിട്ടുണ്ട്. അത് യു ഗൈസ് ആർ സോ ലക്കി ടു ഹാവ് ദാറ്റ്. ഓക്കെ, കീപ് ദാറ്റ് ഫോർ എവർ. അത് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ലവ് ആൻഡ് കെയർ ആണ്. അത് നിങ്ങൾ കീപ്പപ്പ് ചെയ്യുക. അത് നിങ്ങളെ ശരിക്കും ഹൈറ്റ്സിൽ എത്തിക്കും നിങ്ങളുടെ ലൈഫിൽ. ഇപ്പം തന്നെ ഇഷ ഈ സ്മോൾ ഏജിൽ ഇത്രയും അച്ചീവ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൈൻഡ് ഓഫ് സപ്പോർട്ട് നിങ്ങൾ അവൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷീ വിൽ റീച്ച് ഗ്രേറ്റ് ഹൈറ്റ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും മെസ്സേജസ് നിങ്ങൾക്ക് തരാനുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ഇതെല്ലാം യൂണിവേഴ്സിന്റെ അനുഗ്രഹവും ഗുരുജിയുടെ ബ്ലെസ്സിങ്സും കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇത് ഡെവലപ്പ് ചെയ്യാൻ മെഡിറ്റേഷൻ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം ചില കാര്യങ്ങൾ നമുക്ക് സ്വയം പഠിക്കാൻ പറ്റില്ല, ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. അതെല്ലാം ഓരോരുത്തർക്ക് എന്താണോ വേണ്ടതെന്ന് അറിഞ്ഞ് പെരുമാറാൻ അല്ലെങ്കിൽ അത് പഠിപ്പിക്കാൻ അതിന് പറ്റിയ ആ ഒരു ഹയർ എനർജിക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം രണ്ട് ബുദ്ധിയുള്ള രണ്ടുപേര് ഒരിക്കലും ഇപ്പൊ ഞാൻ പറയുന്നത് അംഗീകരിക്കില്ല, അല്ലെങ്കിൽ ആ വ്യക്തി പറയുന്നത് അംഗീകരിക്കില്ല. ഞാൻ പറയുന്നത് ശരി എന്നുള്ള രീതിയിലാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ ആ രണ്ടാമത്തെ വ്യക്തി പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ മാത്രമേ, എന്നിട്ട് അത് മനസ്സിലാക്കി അതിലെന്തേലും കാര്യമുണ്ടോ എന്ന് സ്വയം ചിന്തിക്കണം. നമുക്കൊരു ഒരു വിവേക ബുദ്ധി തന്നിട്ടുണ്ടല്ലോ. ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു സുപ്പീരിയർ ബീയിങ്ങിന് വിവേക ബുദ്ധി എന്നുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ടാണല്ലോ അവൻ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ക്രിയേഷൻ എന്നൊക്കെ ഉള്ള ഒരു പട്ടം കിട്ടിയിട്ടുള്ള ഒരു ഇത്. പക്ഷെ ആ വിവേക ബുദ്ധി ഇപ്പൊ ഇത് കാണുന്നവര് ഇത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യോ അത് അല്ലെങ്കിൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യോ, എന്താണ് നിങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾ സ്വയം അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇപ്പോ ഞാൻ
എന്താണ് അനുഭവിച്ചത്. ഇപ്പൊ ഞാൻ മാങ്ങ ഒരു നല്ല ഒരു ഫ്രൂട്ട്, ഒരു ഫോർ എക്സാമ്പിൾ മാംഗോ, അതാകുമ്പോ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഞാനൊരു മാംഗോ കഴിച്ചു, നല്ല സ്വീറ്റ് മാംഗോ ആയിരുന്നു, അല്ലെങ്കിൽ അതിന് നല്ല യെല്ലോ കളർ ആയിരുന്നു എന്ന് ഞാൻ പറയുന്നു. ഞാൻ എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. മാങ്ങ കഴിച്ചവർക്ക് മാങ്ങയുടെ മധുരം പല രീതിയിലുണ്ട്. ചില മാങ്ങയുടെ ടേസ്റ്റ്, കപ്പ മാങ്ങയുടെ ടേസ്റ്റ് ആയിരിക്കില്ല അൽഫോൺസ്, അല്ലെങ്കിൽ പല തരത്തിലാണ് അതിന്റെ സ്വീറ്റ്നെസ് എന്ന് പറയുന്നത്. അപ്പോ ഇത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ ഈ വിഷൻസ് എന്താണ്, ഇപ്പൊ ഇതെനിക്ക് അറിയില്ലായിരുന്നു, വിഷൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ലായിരുന്നു. ആസ്ട്രൽ മൂവ്മെന്റ്സ് എനിക്ക് അറിയില്ലായിരുന്നു, ആസ്ട്രൽ യോഗ, ആസ്ട്രൽ ടീച്ചിങ്സ്. ഇഷ ഇപ്പൊ പ്ലേ ചെയ്തു, പിയാനോ പ്ലേ ചെയ്യുമെന്ന് പറഞ്ഞു. ഡ്യൂറിങ് മെഡിറ്റേഷൻ ഷീ ഗെറ്റ് ടീച്ചിങ്സ്. അതായത് ആ ഫിംഗർ മൂവ്മെന്റ്സ് മെഡിറ്റേഷന്റെ ഇടയ്ക്ക്, ആസ്ട്രൽ മൂവ്മെന്റ്സിന്റെ ഇടയ്ക്ക് അവൾ ഇങ്ങനെ കൈ അനക്കും. അത് ചിലപ്പോ അത് പഠിപ്പിക്കുന്നത് ഗണേശായിരിക്കും, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനായിരിക്കും ഫ്ലൂട്ട് പഠിപ്പിക്കുന്നത്. ഈ ഭഗവാന്മാരൊക്കെ വന്ന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മള് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അനുഗ്രഹമാണ്. അപ്പോ അങ്ങനത്തെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. ഓരോ കാര്യങ്ങളും ഒരു മനുഷ്യന് ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. പക്ഷെ നമുക്ക് സപ്പോർട്ടായിട്ട് നമുക്ക് മേലെ നമുക്ക് എല്ലാത്തിനും ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഡിവൈൻ ഗോഡിൻ അല്ലെങ്കിൽ ആ ഒരു ശക്തി, യൂണിവേഴ്സൽ എനർജി നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണോ അത് ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളത്. നമ്മളുടെ സ്വാർത്ഥത അതിൽ വരാൻ പാടില്ല. നിസ്വാർത്ഥമായിട്ട് ആണ് ഞങ്ങളിപ്പോ ഇവിടെ വന്നിരുന്ന് ജിനു ചേട്ടന്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നതും അല്ലെങ്കിൽ ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും ഞങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഞങ്ങളുടെ 2 years, ജസ്റ്റ് 2 years, ആ 2 years കൊണ്ട് ഇഷ യങ് ഓതറായി, റിട്ടൺ ആൻഡ് ഇല്ലുസ്ട്രേറ്റഡ്. അത് അവളുടെ ലൈഫിലെ ഒരു ബിഗ് അച്ചീവ്മെന്റ് ആണ്. അത് ഈ ഒരു ഏജില് അവളെ കൊണ്ട് സാധിച്ചത് തന്നെ ഞങ്ങൾ ഈ സ്പിരിച്വാലിറ്റി പാത്തിൽ എത്തിയത് കൊണ്ട് മാത്രമാണ്. അതുപോലെ എനിക്ക് കിട്ടുന്ന ആസ്ട്രൽ ട്രീറ്റ്മെന്റ്സ്, അല്ലെങ്കിൽ ഇവിടെ ഇവിടുത്തെ ഹോസ്പിറ്റൽ സിസ്റ്റം അറിയാലോ, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമ്മളിപ്പോ ഒരു ചെറിയൊരു ആവശ്യത്തിന് ന്യൂസ് തന്നെ കേൾക്കാം, അറ്റാക്ക് ആയിട്ട് പോയാൽ പോലും നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടാൻ വെയിറ്റ് ചെയ്യേണ്ട, എമർജൻസിയിൽ പോയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്കൊരു ഞാൻ ഇത് എപ്പോഴും പറയും, അതായത് നമ്മള് കാർ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, നമ്മള് വേണ്ടതിനെല്ലാം, ഹോം ഇൻഷുറൻസ്, എല്ലാത്തിനും ഇവിടെ തൊട്ടതിനും എല്ലാത്തിനും ഇൻഷുറൻസ്. പക്ഷേ യൂണിവേഴ്സിന്റെ ഈ ഒരു ഇൻഷുറൻസ് നമുക്ക് കിട്ടുവാണെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ടതില്ല. ഇതാണ് റിയൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഒരു ഇൻഷുറൻസ് എടുത്താൽ മതി, കൂടുതലൊന്നും വേണ്ട. അപ്പോ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഞാന് ഇത് എന്താണെന്ന് ട്രൈ ചെയ്തു, എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ക്രിട്ടിസൈസോ അല്ലെങ്കിൽ ഇതൊക്കെ തള്ള്, അല്ലെങ്കിൽ ഇതൊക്കെ മിത്ത് അന്നൊക്കെ പറയുന്നതിലുപരി ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അറ്റ്ലീസ്റ്റ് ചിന്തിച്ചിട്ട് അതിനെ ഒന്ന് അന്വേഷിക്കാൻ ശ്രമിച്ചാല് കുറച്ച് നല്ലതായിരിക്കും. ഈവൻ എന്റെ ഫാമിലിയോടും എന്റെ പരിചയത്തിലുള്ള എല്ലാവരോടും ഞാൻ ഇത് തന്നെയാണ് ഇപ്പൊ പറയുന്നത്. കാരണം സത്യം മനസ്സിലാക്കി. ഇപ്പൊ നമ്മളൊരു നല്ലൊരു കാര്യം അറിഞ്ഞാല് ഒരു നല്ലൊരു ബിരിയാണി കിട്ടും ഇല്ലേ, ആ കടയിലെ ബിരിയാണി നല്ലതാണെന്ന് അറിഞ്ഞാല് ഞാൻ എല്ലായിടത്തും പറയും, എടാ അവിടെ പോയി കഴിക്കുക, അവിടെ നല്ല അടിപൊളി ബിരിയാണിയാണെന്ന് പറയും ഇല്ല, നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ റെഫർ ചെയ്യും. അപ്പൊ അതുപോലെയാണ് ഇപ്പൊ ഏറ്റവും നല്ലതായ ഒരു കാര്യം, ഒരു പ്രഷ്യസ് സാധനം കിട്ടി. അപ്പൊ അത് എനിക്കറിയാവുന്ന എല്ലാവരും അതറിയണം. അപ്പൊ ഞാനൊരു നല്ല കാര്യം കഴിച്ചു, അപ്പൊ അത് എല്ലാവരും കഴിക്കണം. അപ്പൊ അതിന്റെ സന്തോഷം അവർക്ക്, ഞാൻ എങ്ങനെ സന്തോഷിക്കുന്നോ അതുപോലെ എല്ലാവർക്കും ആ സന്തോഷം കിട്ടണമെന്ന് ആ ഒരു ആഗ്രഹം ആണ് ഞങ്ങളെ ഇവിടെ ജിനു ചേട്ടന്റെ മുന്നിൽ എത്തിച്ചത്. ഇവരുടെ ആ ഒരു ബ്ലെസ്സിങ്സ് ഒക്കെ മനസ്സിലാക്കി ജീവിക്കാൻ കഴിയട്ടെ എന്നുള്ളൊരു ആശംസകളും പ്രാർത്ഥനയുമാണ്. അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ?
എനിക്കും നമ്മളിപ്പോ 2 വർഷമായിട്ട് ചേഞ്ച് ചെയ്തു. അപ്പോ എല്ലാവർക്കും കിട്ടുന്നത് 24 hours ആണ് ഈ ഭൂലോകത്ത്. അപ്പോ 24 hours നമ്മൾ കുറച്ച് സമയം ഉറങ്ങാനും കുറച്ച് സമയം മറ്റുള്ള സമയത്ത് നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും. ആ സമയം കണ്ടെത്തി ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചിലപ്പോൾ ആഫ്റ്റർ 10 years അല്ലെങ്കിൽ 20 years നമ്മൾ എന്താവും, ചിലപ്പോൾ നാളെ ഉണ്ടായെന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അവിടുന്ന് പുറകോട്ട് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇത് ഒരു ഭൂലോക കണ്ടുപിടുത്തോ അങ്ങനെ ആയിരിക്കണം എന്നില്ല. പക്ഷെ നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനസികവും ശാരീരികവും സാമ്പത്തികവും സാമ്പത്തികമായിട്ട് ഇതെങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, എത്രത്തോളം ചേഞ്ച് ചെയ്തു എന്നുള്ളത് നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ റിയലൈസ് ചെയ്യുന്നില്ല. ആ റിയലൈസേഷൻ അത് ഈ ലോകത്തുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്ത് യുദ്ധങ്ങളോ ഈ പറയുന്ന സ്ട്രെസ്സോ മറ്റുള്ള പലതരം കേസുകളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആൾക്കാര് ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ വേറൊരു മെഡിറ്റേഷൻ എന്നിരുന്നാലും അവിടെ ഒരു ഗുരു ഉണ്ടോ, ആ ഒരു പാത്തിലേക്കാണോ, പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ഗുരുജിയാലും പറയുന്ന കാര്യങ്ങളാണ് ധർമ്മം. ആ ധർമ്മത്തില് നമ്മൾ കളവ് അറിയാതെ ധർമ്മത്തില് സത്യത്തിന്റെ പാതയിലൂടെ പോകുന്നത്. മുമ്പൊക്കെ നമ്മൾ സത്യത്തിന്റെ പാത എന്ന് പറയുമ്പോൾ ഒരു തമാശ രൂപേണാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ റിയലായിട്ട് നമ്മള് ആ ഇതൊന്നും ഇല്ലാതെ മനസ്സ് തുറന്ന് ഓപ്പണായിട്ട് സംസാരിക്കാനോ ചെയ്യാനോ സത്യത്തിന്റെ ആ ഒരു ധർമ്മത്തിന്റെ ആ രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളെ ആർക്കും തടുക്കാൻ പറ്റില്ല. നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. പിന്നെ മറ്റുള്ള കാര്യങ്ങള് നമ്മളെ തടസ്സപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ആ ഒരു എന്താ പറയാ, ഞാനെപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ് വിപ്രോയുടെ ഒരു ലോകമാണ് അപ്ലൈങ് തോട്ട് എന്ന് പറയുന്ന പോലെ. നമുക്കൊരു ശക്തി വരുന്നത് ഇതുവഴിയാ. മെഡിറ്റേഷൻ ആയിക്കോട്ടെ, ആ ധർമ്മത്തിന്റെ പാതയിലാണെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു കഴിവ് അത് എല്ലാവർക്കും ഉണ്ടാവണം. പിന്നെ അതുപോലെ ഇപ്പോ ഞാൻ എൻ്റെ മകളായതുകൊണ്ട് ഞാൻ എൻ്റെ മകളെ കുറിച്ച് നല്ല കാര്യങ്ങളായിരിക്കും പറയുന്നത്. അതേ കാര്യങ്ങൾ മറ്റുള്ളവരും ഫോളോ ചെയ്യുന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതായത് നാളെ യുദ്ധങ്ങളൊന്നും ഇല്ലാത്ത, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു നല്ലൊരു ഭൂമി, നല്ലൊരു ആൾക്കാര്, സ്നേഹം കൊണ്ടുള്ള ആൾക്കാര്, അത് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. നാളെ ഈ തലമുറ ഇപ്പോ 10 years കഴിയുമ്പോൾ വളർന്നു, വോട്ട് ചെയ്യാനുള്ള അവകാശങ്ങൾ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വന്ന് മെച്ചുറായി. അപ്പോൾ അതൊക്കെ അവർക്കും ഈ ഒരു മാറ്റം അവർക്കും വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ നമ്മുടെ മെയിൻ ഇതെന്ന് പറഞ്ഞാല് എന്താ പറയാ, അഹിംസ. അതും ഇല്ലാതെ ഇപ്പൊ മനുഷ്യനെ ആയാലും അനിമലിനെ ആയാലും അതിനും ഫാമിലികളുണ്ട്. ഇപ്പോ നമ്മൾ അതൊന്നും ഇല്ലാതെ പിന്നെ അഹിംസയുടെ പാതയിലൂടെ ധർമ്മത്തിലൂടെ മുമ്പോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇങ്ങനെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് ചേട്ടൻ പറഞ്ഞതിന് കണ്ടിന്യൂവേഷൻ ആയിട്ട് പറയാനുള്ളത്, ആ ഒരു കാരണം ഉണ്ടല്ലോ, ആ ഒരു ടൈനി മൊമെന്റ് ആണ് ഒരു മനുഷ്യന്റെ ലൈഫിൽ ചേഞ്ചസ് വരുത്തുന്നത്. ആ ഒരു ചേഞ്ച് നിങ്ങളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. ഇതിപ്പോ എൻ്റെ കുടുംബത്തില് ഞാനൊരു ആള് മാറിയപ്പോൾ ഞാൻ കാരണം എൻ്റെ മകളും എൻ്റെ ഭർത്താവും മാറി, ഭർത്താവിന്റെ കുടുംബത്തിലുള്ളവർ മാറി, എൻ്റെ കുടുംബത്തിലുള്ളവർ മാറി. അപ്പോ ഒരു വ്യക്തി സ്വയം നന്നാവാൻ തീരുമാനിച്ചാല് ആ വ്യക്തിക്ക് തൻ്റെ കുടുംബത്തിലുള്ളവരിലേക്കും ആ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ഗുഡ് വൈബ് അല്ലെങ്കിൽ ഗുഡ് എനർജി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടിരിക്കുന്ന ഓരോ അമ്മമാരോടും ഓരോ സഹോദരിമാരോടും അല്ലെങ്കിൽ ഓരോ സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത്, അവരിൽ നിന്ന് തന്നെ ആ ഒരു ചേഞ്ച് വരട്ടെ എന്നാണ് എനിക്ക് ലാസ്റ്റ് വേർഡായിട്ട് എനിക്ക് പറയാനുള്ളത്. കണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് ആന്തരികമായിട്ടുള്ള ദൃഢതയാണ് വേണ്ടത്. എക്സ്റ്റേണൽ ആയിട്ടുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ വെച്ച് പല കാര്യങ്ങളിലും കോമ്പറ്റീഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്.
എല്ലാം സമ്മതിക്കുന്നു. പക്ഷേ അതിനേക്കാളിലൊക്കെ ഉപരി അവരുടെ ഇൻറ്റേർണൽ സ്ട്രെങ്തും ഇൻറ്റേർണൽ സ്റ്റെബിലിറ്റിയുമാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അവർക്ക് ആ ഒരു ബേസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ അവരുടെ ലൈഫ് കെട്ടിപ്പറ്റും. റാദർ ദാൻ ഇപ്പോൾ അവർ ഒരു ബേസ് ഇല്ലാതെ മേളിൽ വന്ന് താഴെ പോകുന്നതിനേക്കാളും നല്ലത് ഒരു സ്ട്രോങ് ബേസ് ഈ പാരൻസ് കൊടുത്ത പോലെ നിങ്ങളുടെ കുട്ടികൾക്കും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം, വേറെ ഒന്നുമല്ല. രണ്ടാമത്, നമ്മൾ ഈ 8 വയസ്സുകാരിയുടെ സ്പിരിച്വൽ ജേർണി, അവരുടെ ആ ഒരു മെഡിറ്റേഷനും ആ ഒരു ഇതൊക്കെ കണ്ടു. അവളുടെ ആ കഴിവുകളും ഈ ചെറിയ പ്രായത്തിൽ അവൾ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടു. ഇതെല്ലാം നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ഇൻസ്പിറേഷനായിട്ട് മാറട്ടെ. ഈ ഒരു ഫാമിലി നിങ്ങൾക്കെല്ലാം, നിങ്ങളുടെ ലൈഫിലെല്ലാം ഒരു ഇൻസ്പിറേഷനായിട്ട് മാറട്ടെ. ഈ കുട്ടിയെ അവളുടെ ബുക്ക് വായിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഈ ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ വളർന്നു വരുന്ന ഇവളുടെ പ്രായത്തിലുള്ള, അത് ചെറുതായിട്ടുള്ളതും മൂത്തതുമായിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു ക്ലോസിംഗ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഒരു ചെറിയ ഒരു ഹിൻഡിലൂടെ ആയിരിക്കും നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളുടെ സക്സസ് ആയാലും നിങ്ങളുടെ ലൈഫിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്തുമായാലും ഒരു ചെറിയ ഒരു കാര്യത്തിലൂടെ ആയിരിക്കും വരുന്നത്. അത് നിങ്ങൾ റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിൻ്റെ സക്സസ്. ഓക്കെ, അപ്പം ഇന്ന് കൊളിയാർഡൻസ് ഫാമിലി, ഐ എം സോ ഹാപ്പി ടു ഹാവ് യു ഗൈസ് ഹിയർ. I thank you for your time, and it's a treat having you guys. Looking forward more episodes in the future. Thank you so much. Thank you so much. Thank you. So proud of you, Isha. So proud of you. Thank you.